ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഞാൻ പ്രിവ്യൂവിൽ എൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു, ഊനായി പണി തരുമോ എന്ന്. പണി തന്നു. ഞാനിതിൽ ഊനായിയുടെ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ഇഷ്യൂ എന്നേ ഞാനിതിന് പറയും. നമ്മുടെ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ് ഇന്നത്തെ ഗെയിമിൻ്റെ പ്രശ്നം, അല്ല വേറൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ തോൽവിയുടെ കാര്യം. നമ്മൾ ടോപ്പ് ഓഫ് ദ ടേബിളാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഏത് ടീം നമ്മുടെ അടുക്ക വന്നാലും നമ്മളെ ഒന്ന് ആ റണ്ണ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഫയർ ഓപ്പോസിഷൻ ടീമിന് കാണും. ഇത് കഴിഞ്ഞ 2 ഗെയിമിലും അത് എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ 2 ഗെയിമിലും എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ കളിയുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഗൈസ് നമ്മൾ 2-0 ജയിച്ചു, നമ്മൾ ഒരുപാട് ഷോട്ട് എടുത്തു, ബട്ട് നമ്മുടെ കളി പോരായിരുന്നു, മെൻറ്റാലിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില ആർസണൽ ഫാൻസ് എന്നോട് വളരെ എന്താ പറയുന്നത്, മോശമൊന്നുമല്ല, ദേ ഹാഡ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ. അവർ പറഞ്ഞു, എന്താണ് ടൈറ്റ് ഷെഡ്യൂള്, ഇഞ്ചുറി ഇഷ്യൂസ്, ഇങ്ങനെ കുറേ എക്സ്ക്യൂസസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിനെ എക്സ്ക്യൂസസ് എന്ന് തന്നെ പറയും. എക്സ്ക്യൂസസ് പറഞ്ഞു. ബട്ട് ഗൈസ്, നമ്മൾ കഴിഞ്ഞ 3 സീസൺ സെക്കൻഡ് പൊസിഷനിലാണ്. ഓക്കെ, 3 സീസൺ ഓൾമോസ്റ്റ് 90% ഓഫ് ദ സ്ക്വാഡും എന്താണ് പോട്ടെ, 90 എന്ന് പറയുന്നത് 70% ഓഫ് ദ സ്ക്വാഡും ഈ പറഞ്ഞ ജേണിയിലൂടെ വന്ന ആൾക്കാരാണ്. എന്താണ് സെക്കൻഡ് പൊസിഷൻ. അതിലെ കഴിഞ്ഞ സീസണും ആസ്റ്റൺ വില്ല നമുക്ക് പണി തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സീസൺ, നമ്മുടെ ടൈറ്റിൽ ചാർജിൻ്റെ ഫസ്റ്റ് സീസണിൽ ആസ്റ്റൺ വില്ലേനെ ജോർജിനിയോടെ ആ ഒരു ഷോട്ടില്ലേ മാർട്ടിനസിൻ്റെ, ആ സീസണിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആസ്റ്റൺ വില്ലയെ കടന്നു പോകാൻ പറ്റിയത്. ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ആസ്റ്റൺ വില്ല നമുക്ക് പണി തന്നിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. സോ അതൊക്കെ നമ്മളെക്കാട്ടിലും കൂടുതൽ ഈ പ്ലെയേഴ്സിൻ്റെ ഇറ്റ് ഷുഡ് ബി ദെയർ ഇൻ ദ ബാക്ക് ഓഫ് ദെയർ ഹെഡ് വെൻ യു ആർ ഗോയിങ് ടു വില്ല പാർക്ക്. ഇന്ന് കാണാൻ പറ്റിയത് ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി അല്ല ആ ടീമിൻ്റെ അടുത്ത്. ഇന്ന് കാണാൻ പറ്റിയത് സെക്കൻഡ് പ്ലേസ് മെൻറ്റാലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇഫ് യു തിങ്ക് ബ്രെൻഫർഡ് ഗെയിമിൻ്റെ പെർഫോമൻസ് വാസ് വേഴ്സ്റ്റ്, ഇന്നത്തെ ഗെയിം അതിലും മോശമായിട്ടാണ് നമ്മൾ കളിച്ചത്. മോശം ഞാൻ പറഞ്ഞുതരാം. സാക്ക മിസ് പാസസ്, എസെ മിസ് പാസസ്, ഹിൻകപ്പിയെ മിസ് പാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മിസ് പാസുകളാണ്. എന്ന് വെച്ചാൽ ഓപ്ഷനുണ്ട്, സാക്കയ്ക്ക് ഓപ്ഷനുണ്ട്, 2 ഓപ്ഷനുണ്ട്. ആ 2 ഓപ്ഷൻ ചൂസ് ചെയ്യാതെ ഓപ്പോസിഷനിലേക്ക് കൊടുക്കുന്ന അങ്ങനത്തെ മിസ് പാസസ്. ഓക്കെ, ഞാൻ ഈ ഷോട്ടിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, സിമ്പിൾ പാസസ് മിസ് പാസ് ചെയ്യുന്നു. അതും ഈ ഗെയിമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് പാസ് വരുന്നു, ആ മിസ് പാസ് യൂട്ടിലൈസ് ചെയ്ത് ഇന്നത്തെ ഗെയിം ആസ്റ്റൺ വില്ല ജയിച്ചതിൽ യാതൊരു അത്ഭുതം വേണ്ട. ദേ ഡിസേർവ് ടു വിൻ ദിസ് ഗെയിം. ഓക്കെ, സിമ്പിൾ. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ദേ റിയലി ഡിസേർവ് ടു വിൻ ദിസ് ഗെയിം. നമ്മൾ ഇന്നത്തെ ഗെയിം ജയിക്കാൻ അർഹിക്കുന്നവരല്ല. ഓക്കെ, അർഹിക്കുന്നവരല്ല. ഇതിനിപ്പോൾ ബോട്ടിലിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. സോ അങ്ങനെ ട്രാൻസിഷനിലേക്ക് ഞാൻ വരുമോ, സാക്കയുടെ ഒരു മിസ് പാസ് അത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ട്രാൻസിഷനിലേക്ക് പോകുന്നു. ഗോൾ അടിക്കും, അവരുടെ ഓരോ ട്രാൻസിഷനും ഇപ്പോൾ ഗോളടിക്കും എന്നുള്ള രീതിയിലാണ്. സോ ഫസ്റ്റ് ഹാഫിൽ അവർ തന്നെ ദേ ഗോ എഹെഡ്. ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്യുമ്പം 1-0. സെക്കൻഡ് ഹാഫിൽ എല്ലാവരും അർട്ടറ്റയുടെ ലൈനപ്പ് സമ്മതിക്കുന്നു. അർട്ടറ്റ എസേനെ ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടിട്ട് ഓഡഗാർഡിനെ മിഡിലിൽ ഇട്ടത് ഒരു പരിധി വരെ അഫക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറയുന്നില്ല. ബട്ട് ആ തെറ്റ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ തന്നെ ആ തിരുത്തി. ഗ്യോക്കറൈസിനെയും കൊണ്ടുവന്നു, ട്രോസാർഡിനെയും കൊണ്ടുവന്നു. അതിൻ്റെ ഫലം നമ്മൾ കാണുകയും ചെയ്തു. ഒരു ഗോൾ അടിച്ചു. ഓക്കെ, ആ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻറ്റൻസിറ്റി ഇല്ല. ആ ഫസ്റ്റ് ഗോൾ കയറി കഴിഞ്ഞാൽ പിന്നെ സെയിം പാറ്റേൺ, മിസ് പാസസ് ആഫ്റ്റർ മിസ് പാസസ്. അവർ ബോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ഓൺ ടോപ്പ്. ശ്വാസം വിടാൻ നമുക്ക്
ഇത് തന്നിട്ടില്ല, സ്പേസ് തന്നിട്ടില്ല. പ്രസ്സിങ് അതുപോലത്തെ പ്രസ്സിങ്. ക്ലച്ച് ഇല്ലായിരുന്നു നമ്മുടെ ഒരു പ്ലെയറിനും. ഇന്ന് എഗെയിൻ എല്ലാ പ്ലെയേഴ്സും മോശമായിരുന്നു, ഇൻക്ലൂഡിങ് ടിംബർ. അപ്പോൾ നമ്മൾ പറയും ടിംബറിൻ്റെ നാച്ചുറൽ പൊസിഷനിലല്ലല്ലോ കളിക്കുന്നത്. യെസ്, എഗ്രീഡ്, സമ്മതിച്ചു. ബട്ട് കമോൺ ഗൈസ്, ഈ ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഇഞ്ചുറിയാണ്, സലീബ ഇല്ല, ഗ്യാബി ഇല്ല, മൊസ്കേറ ഇല്ല. നോട്ട് ആൻ എക്സ്ക്യൂസ്, സോറി. പ്രീമിയർ ലീഗ് അടിക്കണമെങ്കിൽ ഈ വക കടമ്പകളൊക്കെ കടന്നു പോയാലേ പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റൂ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും, നമ്മളങ്ങനെ ഒരുപാട് പോയിന്റ് ഡിഫറൻസ് ഒന്നുമില്ലല്ലോ, മാൻ സിറ്റി ജയിച്ചാലും 2 പോയിന്റ്, സ്റ്റിൽ വി ആർ ടോപ്പ് ഓഫ് ദ ടേബിൾ. ടോപ്പ് ഓഫ് ദ ടേബിൾ അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ കഴിഞ്ഞ കളി ജയിച്ചിട്ടും ഞാൻ ഇവിടെ കിടന്ന് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. ബിക്കോസ് മെൻറ്റാലിറ്റി ഇഷ്യൂ. ഈ മെൻറ്റാലിറ്റി ചേഞ്ച് ആവാതെ ഇപ്പം ഞാൻ ബോട്ടിലിംഗ് സബ്ജക്റ്റിലേക്ക് വരും. ഇന്നത്തെ കളി ബോട്ടിലിംഗ് ആണ്. ഇന്നത്തെ കളി സീസണല്ല, ഇന്നത്തെ കളി പ്യുവർ ബോട്ടിലിംഗ് ആയിരുന്നു. അതിന് വേറൊരു ഷുഗർ കോട്ടിങ്ങോ അതിന് പൊതിഞ്ഞുള്ള സംസാരമോ ഒന്നുമില്ല. ഇന്നത്തെ കളി പ്യുവർ ബോട്ടിലിംഗ് തന്നെയായിരുന്നു. ഞാൻ വേറെ ഒരു എക്സ്ക്യൂസും എനിക്ക് പറയുന്നത് ഇഷ്ടമല്ല. കാരണം പ്രീമിയർ ലീഗ് അടിക്കാനായിട്ട് ഒരു ടൈറ്റിൽ റേസ് നടത്തുകയാണ്, അതിനകത്ത് ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന്, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. സിമ്പിൾ, യു നീഡ് ടു മാനേജ്. ഇന്നത്തെ ഗെയിമിൽ അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പോൾ അർട്ടറ്റ ഔട്ട്? നോ, ഇന്ന് പ്യുവർ പ്ലെയേഴ്സ് ഇഷ്യൂ ആണ്. അർട്ടറ്റ വരുത്തേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തി സെക്കൻഡ് ഹാഫിൽ, അതിൻ്റെ റിസൾട്ടും കണ്ടു, ഗോൾ പഠിച്ചു. നെക്സ്റ്റ് ആ ഗെയിമിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ഇറ്റ്സ് പ്ലെയേഴ്സ് റെസ്പോൺസിബിലിറ്റി. സോ ഇന്നത്തെ കളി ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഒരു തോൽവി ഒരു പാഠമാവട്ടെ പ്ലെയേഴ്സിന് എന്നാണ് എൻ്റെ പ്രാർത്ഥന. എസ്പെഷ്യലി പ്ലെയേഴ്സിന്, അർട്ടറ്റയ്ക്കല്ല, പ്ലെയേഴ്സിന്. സോ അടുത്ത ഗെയിമിൽ കുറച്ചുകൂടെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ടീംസിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട്, കുറച്ചുകൂടെ ഇൻറ്റൻറ്റോടെ, കുറച്ചുകൂടെ ഹങ്കറോടെ കളിക്കാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ ഗൈസ്, എ വെരി സാഡ് ഗുഡ് ബൈ.